നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെടൽ നടത്തണം കേന്ദ്ര ഗവൺമെൻറ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നിരിക്കുകയാണ്. ഇല്ല, സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഓൾറെഡി ഒരു ഹർജിയുണ്ട്. കേന്ദ്രം പറഞ്ഞു കേന്ദ്രത്തിന് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അറ്റോർണി ജനറൽ ഹാജരാകുന്നുണ്ട്. കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തൊട്ട് മുമ്പ് ഇന്നലെ വിദേശകാര്യ വക്താവ് ഒരു വാർത്താ സമ്മേളനം നടത്തി. രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിച്ചു. അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി കേരളത്തിലെ മുഴുവൻ ആളുകളും അറിയേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ചില പരിമിതികളുണ്ട്. കാരണം അവിടെ ഒരു സർക്കാരില്ല. അവിടെ ഇപ്പോൾ ഭരിക്കുന്ന തലസ്ഥാനമായ സന ഭരിക്കുന്നത് ഒരു തീവ്രവാദ സംഘടനയാണ്, ഹൂത്തികളാണ്. ഹൂത്തികളെ അമേരിക്ക ഉൾപ്പെടെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നവരാണ്. ഒരു ഭീകര സംഘടനയുടെ കയ്യിലാണ് തലസ്ഥാനം. അവിടുത്തെ ഇലക്റ്റഡ് ഗവൺമെൻറ് തലസ്ഥാനം വിട്ടോടി ഏതനിലെ കടൽ തീരത്താണ് താൽക്കാലിക തലസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ അല്ല ഇപ്പോൾ നിമിഷപ്രിയ ഉള്ളത് തീവ്രവാദികളായ ഹൂത്തികളുടെ ഭരണമുള്ള സനയിലെ ജയിലിലാണ്. ഇതാണ് ഒരു തടസ്സം. രണ്ടാമത്തെ തടസ്സം, ഇപ്പോൾ ഏറ്റവും ദയനീയമായ ഒരു കാര്യം, ഇന്നലെ ഈ തലാൽ അബ്ദോ മഹദിയുടെ സഹോദരൻ, കൊല്ലപ്പെട്ട ആളുടെ സഹോദരനായ അബ്ദുൽ ഫത്ത മഹദിയുടെ ഒരു പോസ്റ്റ് മലയാളത്തിൽ വന്നു. ഇത് കണ്ടായിരുന്നോ? ഇല്ല. മലയാളത്തിൽ അയാൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടു. മലയാളത്തിൽ എങ്ങനെ ഇട്ടു എന്ന് ചോദിച്ചാൽ യമനിക്കിടാം, കാരണം ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. ട്രാൻസ്ലേറ്റ് ചെയ്ത് അയാൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പടം ഏതെന്നറിയോ? 24 ന്യൂസിൻ്റെ ഒരു ന്യൂസ് കാർഡാണ്. 24 കാണിച്ചിരിക്കുന്നു, തലാലിൻ്റെ കുടുംബം തയ്യാറാണ്, ചർച്ചകൾ നടക്കുന്നു എന്ന്. അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആരും കണ്ടിട്ടില്ല, ഞങ്ങളോട് ആരും സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഇത്തരം വാർത്തകൾ വരുന്നത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം എന്നുള്ള വാർത്ത ഉപയോഗിച്ചു. അപ്പോൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ചാനൽ കൊടുത്തിരിക്കുന്ന വാർത്ത പച്ചക്കള്ളമാണെന്ന് അബ്ദുൽ ഫത്ത മഹദി മലയാളത്തിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഇവർ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി വ്യാജ വാർത്തകൾ ഉണ്ടാക്കി അവരെ വല്ലാതെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്, വയലൻ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വധശിക്ഷയിൽ കുറഞ്ഞ് ഒന്നും ഞങ്ങളുടെ പരിഗണനയിലില്ല എന്ന് പറയുന്നു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ ആരും കണ്ടിട്ടില്ല, ഞങ്ങളെ ആരും വിളിച്ചിട്ടില്ല, ഞങ്ങൾ ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല എന്നു പറയുമ്പോൾ എങ്ങനെയാണ് തലാലിൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുത്തെ സൂഫി വര്യനുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി, ആ സൂഫി വര്യനോട് ബന്ധപ്പെട്ടത് കാന്തപുരമാണെന്ന് പറയുന്നു, ഇങ്ങനെയുള്ള വാർത്തകൾ ഉണ്ടായി വന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ പറയുന്ന പോലെ കാന്തപുരത്തിനൊന്നുമല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്, അവിടെ നിൽക്കട്ടെ, അത് അടുത്ത പോർഷനാണ്. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ, നമ്മളറിയാമല്ലോ കർണാടകയിൽ അർജുൻ്റെ ട്രക്ക് വീണപ്പോൾ ഉണ്ടായ ഒരു കോലാഹലങ്ങൾ, മാധ്യമങ്ങൾ ഈ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി, സെൻസേഷനലൈസ് ചെയ്യാൻ വേണ്ടി ഓരോന്നൊന്ന് പടച്ചു വിടുകയാണ്. യമനിലല്ലേ, ആരറിയാനാണ്? നമുക്ക് കുടുംബം പങ്കെടുത്ത് ചർച്ച കൊടുത്താൽ എന്താണെന്നൊക്കെ കരുതി മാധ്യമങ്ങൾ കണ്ടത് ഇത് കൃത്യമായി അവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കുറേ ആളുകൾ എത്തിച്ചു കൊടുത്തു. നിമിഷപ്രിയ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന കുറേ മലയാളികളുണ്ട്. അവർ പറയുന്ന കാര്യം, അവിടെ ഒരു കുറ്റം ചെയ്തതല്ലേ, അവിടെ കുറ്റം ചെയ്ത് അവളെ ശിക്ഷിക്കണം, ഒരാളെ കൊന്നതല്ലേ, അത് ബ്രൂട്ടലായിട്ട് കൊന്ന് കഷ്ടമായിട്ട് കണ്ടിച്ച് മുറിച്ചില്ലേ എന്നൊക്കെ പറയുന്നു. രണ്ട് നിലപാടുകളുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു കുറ്റം ചെയ്ത ഒരു വിദേശി വന്നിട്ട്, ഒരു യമനിൽ നിന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ ഒരു പൗരനെ കൊന്നിട്ട് പോയാൽ അയാളെ വെറുതെ വിടണം എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ, യുക്തിയുണ്ടോ? അവരാവശ്യപ്പെട്ടാൽ നമ്മൾ വെറുതെ വിടുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ വേറെ വ്യത്യാസമുണ്ട്. നമ്മുടെ രാജ്യത്തെ നിയമം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാളെ കൊന്നു എന്ന് കോടതി മുമ്പാകെ പോയി പറഞ്ഞാൽ പോലും എന്നെ ശിക്ഷിക്കത്തില്ല, ഞാൻ കൊന്നു എന്നതിന് തെളിവ് വേണം. സമാനമായി നമ്മൾ ഈ കോഴിക്കോട് ഒരാൾ എന്ന് പറഞ്ഞില്ലേ, ഒരാളെ ചതുപ്പിക്കൊന്നു, ഒരാളെ കടലിൽ തള്ളിയിട്ട് കൊന്നു എന്നൊക്കെ പറയുന്നു, കേസെടുത്തു, പക്ഷേ ആരാണ് മരിച്ചതെന്നറിയില്ല, ആ കേസ് ശിക്ഷിക്കാൻ പറ്റില്ല. മരിച്ച ആളെ, ഒരു കൊലപാതകം നടന്നു എന്ന ബോഡി കിട്ടാതെ കൊലപാതകം നടന്നു എന്ന് വിശ്വസിക്കാൻ നമ്മുടെ തെളിവ് നിയമപ്രകാരം കോടതികൾക്ക് കഴിയില്ല. അപ്പോൾ കൊന്നു എന്ന് പറഞ്ഞാൽ പോലും അത് തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ ശിക്ഷയില്ലാത്ത നാടാണ് അവിടെ. ഇപ്പോൾ യമനിൽ അങ്ങനെയല്ല. യമനിൽ ഒരു സ്ത്രീ പറയുകയാണ്, എന്നെ ഒരാൾ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ 4 സാക്ഷികൾ വേണം, 4 പുരുഷന്മാരായിരിക്കണം. 4 പുരുഷന്മാർ വന്നിട്ട് ശരിയാണ് ഇവളെ അവൻ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രമേ അത് മുഖവിലക്കെടുക്കാൻ പാടുള്ളൂ യമനിലെ നിയമപ്രകാരം. യമനിലെ നിയമം ഏതാണെന്നറിയാലോ, അതാണ് യമനിലെ. അപ്പോൾ അപ്പം നിമിഷപ്രിയ പറയാണ്, എന്നെ ബലാത്സംഗം ചെയ്തപ്പോൾ സംഭവിച്ചതാണെന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാൻ മാർഗ്ഗമില്ല.
കാരണം 4 പുരുഷന്മാർ സാക്ഷികൾ. ഈ നിമിഷയ്ക്ക് എവിടെ നിന്നാണ് 4 പുരുഷന്മാരെ കിട്ടുക? പ്രത്യേകിച്ച് ഗോത്രഭരണം നിലനിൽക്കുന്ന അവിടെ ഒരു ഗോത്രത്തിലെ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അയാളെ രക്ഷിക്കാൻ വേണ്ടി ആ ഗോത്രം ഒന്നടങ്കം കൂടെ നിൽക്കുമെന്നുള്ള വ്യവസ്ഥയുള്ള രാജ്യത്ത് നിമിഷപ്രിയയ്ക്ക് 4 സാക്ഷികളെ കിട്ടില്ല. നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഫെയർ ആയിട്ടുള്ള ഒരു ട്രയൽ വിചാരണയല്ല യമനിൽ നടക്കുന്നത്. അവിടെ ഏകപക്ഷീയമെന്ന് പറയാവുന്ന തരത്തിലുള്ള വിചാരണയാണ് നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിമിഷപ്രിയ സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലും പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രതികൾ കുറ്റം സമ്മതിക്കും. പക്ഷേ കോടതിയിലെത്തുമ്പോഴത്തേക്ക് അത് മാറ്റി പറയാം, അല്ലേ? 161 സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ രാജ്യത്ത് CRPC പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റ് കോടതി അംഗീകരിക്കത്തില്ല. കോടതിക്ക് തെളിവ് കിട്ടണം. അത് ഒരാൾക്കെതിരെ അയാൾ തന്നെ മൊഴി കൊടുക്കുന്ന സ്ഥിതി നിയമപ്രകാരം നിലനിൽക്കാത്ത രാജ്യമാണ് ഇന്ത്യ. അവിടെ അങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയല്ല അവിടെ ഉള്ളത്. അതുകൊണ്ട് നിമിഷപ്രിയ ഈ കൊലപാതകം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതുപോലും ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ്. അതെ, ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് കൊലപാതകം നടത്തിയ ആളുകൾ കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യം പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങളിലില്ല. കാരണം ശരീഅത്തിൽ അങ്ങനെ വ്യവസ്ഥയില്ല. അത് നമ്മൾ ഓർക്കണം. എന്നിട്ട് വേണം നിമിഷപ്രിയയെ കൊല്ലേണ്ടവളാണ്, തിരിച്ചു വരേണ്ടവളല്ല, അവൾക്ക് വേണ്ടി നിലപാടെടുക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മളിത് ഓർക്കണം. ഇനി ഏറ്റവും രസകരമായ സംഭവം, ഈ രൺധീർ ജയ്സ്വാളിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അല്ല, കേരളത്തിൽ നിന്നുള്ള കാന്തപുരം മുസലിയാർ ഇതിനു വേണ്ടിയുള്ള ചില ചർച്ചകൾ നടത്തി എന്ന് കേൾക്കുന്നുണ്ടല്ലോ, ഇതേക്കുറിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന് എന്താണ് പറയാനുള്ളത്? അപ്പോൾ രൺദീപ് ജയ്സ്വാൾ പറഞ്ഞ മറുപടി ആസ് ഇറ്റ് ഈസ് ഞാൻ കോട്ട് ചെയ്യാം. സംശയമുള്ളവർക്ക് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം എടുത്ത് വായിച്ചാൽ മതി. നിങ്ങൾ പറയുന്ന ആളുമായി, പേര് പോലും പറഞ്ഞില്ല, നിങ്ങൾ പറയുന്ന ആളുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പങ്കുവയ്ക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. എന്നുവെച്ചാൽ കേന്ദ്രത്തിന് അറിയില്ല നമ്മളെ, ആണോ? അങ്ങനെ ഒന്നുകൂടെ പറയാം, നിങ്ങൾ പറയുന്ന ആളുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പങ്കുവയ്ക്കാൻ ഞങ്ങളുടെ പക്കലില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ നിന്നും ഇവിടുന്ന് അങ്ങനെ ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഈ പേരില്ല. ആണല്ലോ. അതെ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രൺധീർ ജയ്സ്വാളിൻ്റെ ഒഫീഷ്യൽ ഇതാണ്, പ്രതികരണമാണ്. അപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് പറയുന്നത് പുള്ളിക്ക് തോന്നുന്നതല്ല, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ കാന്തപുരം എന്ന് പറയുന്ന ആൾ, ആ പേര് പറഞ്ഞില്ല, പേര് പറയാൻ പോലും അവർ തയ്യാറായില്ല. ആ ആളുമായി ബന്ധപ്പെട്ട് ആ ആളിൻ്റെ ഡീറ്റെയിൽസ് അല്ല, എന്ത് ബന്ധപ്പെട്ടതാണ്? ഈ യമനിലെ ഈ കുടുംബവുമായി സംസാരിക്കാനുള്ള, അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും ഞങ്ങളുടെ പക്കൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനില്ല എന്ന് പറഞ്ഞാൽ വി ഹാവ് നോ മെറ്റീരിയൽസ്, വി ഹാവ് നോ എവിഡൻസ് എന്നല്ലേ? അതെ, ഞങ്ങളുടെ പക്കലൊന്നുമില്ല. ഇല്ലാത്ത കാര്യം എങ്ങനെ പങ്കുവെക്കും? അപ്പോൾ ഒന്നെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അറിയാതെ പാരലായിട്ടായിരിക്കാം ഒരു ശ്രമം നടത്തിയിരിക്കുന്നത്. അങ്ങനൊരു ശ്രമം നടത്തിയാൽ അത് എത്രമാത്രം ഫ്രൂട്ട്ഫുൾ ആകും എന്നുള്ളത് കണ്ടറിയണം. രണ്ടാമത്തത്, അങ്ങനെയാണോ ചെയ്യേണ്ടത്? നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടോട് വേണ്ട ചെയ്യാൻ. നമുക്കവിടെ എംബസി അല്ലെങ്കിൽ ഡിപ്ലോമാറ്റ്സ് ഉണ്ട്, അവരുമായി ബന്ധപ്പെടണം, ഇന്ത്യ സർക്കാരിനെ വിശ്വാസത്തിലെടുക്കണം. അത് വേണ്ടേ? വേണം. ഇതൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. അതല്ല ഇനി പറയുന്നത്, ഈ പറയുന്ന പോലെ അവിടെ ഞങ്ങളുടെ പക്കൽ നിങ്ങളുമായി പങ്കുവെക്കാനില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉണ്ട്, നിങ്ങൾക്ക് തരാൻ സൗകര്യമില്ല എന്ന് വേണം വ്യാഖ്യാനിക്കാം. പക്ഷെ അതാണെന്ന് തോന്നുന്നില്ല. അതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പേഴ്സൺ എന്ന് പറയത്തില്ല. മനസ്സിലായില്ലേ? അവിടെ ഒരു അതൃപ്തി അതിനകത്തുണ്ടോ എന്നൊരു സംശയം. നിങ്ങൾ പറഞ്ഞ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പങ്കുവയ്ക്കാനില്ലെന്ന ആ വേഡിങ്ങിൽ ഒരു സുഖമുള്ള വേഡിങ് അല്ല. അപ്പോൾ ഏതായാലും മറ്റൊന്നുകൂടി ഈ വിദേശകാര്യ വക്താവ് പറഞ്ഞു, ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത് ഉഭയസമ്മതപ്രകാരം ഈ രണ്ട് കക്ഷികളും സംബന്ധിച്ച് ഒരു ഫോർമുല ഉണ്ടാക്കണം. അവർക്കും സ്വീകാര്യം, ഇവർക്കും സ്വീകാര്യം. നമ്മുടെ ഭാഗത്ത്, നിമിഷപ്രിയയുടെ ഭാഗത്ത് സ്വീകാര്യം ജയിൽ മോചനമാണ്, അല്ലെങ്കിൽ ശിക്ഷ ഇളവാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇപ്പം റഹീമിൻ്റെ കാര്യത്തിൽ അറിയാൻ പറ്റില്ല, റഹീമിൻ്റെ വധശിക്ഷ മാറ്റിവെച്ചു, പക്ഷേ ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ എന്ന് കോടതി പറഞ്ഞു. കാരണം നിങ്ങൾക്ക് ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് സമ്പൂർണ്ണ ജയിലിൽ നിന്നുള്ള മോചനമല്ല. അത് സൗദിയിലെ ഈ വിധി, ഈ കോടതി നടപടി റഹീമിൻ്റെ കേസ് വ്യക്തമാക്കുന്നത്, ജയിൽ മണി, നിങ്ങൾ ബ്ലഡ് മണി, ചോരപ്പണം കൊടുത്താൽ ഒഴിവാക്കപ്പെടുന്നത് വധശിക്ഷയാണ്, ജയിൽ ശിക്ഷയല്ല. അപ്പോൾ 20 വർഷം ജയിലിൽ കിടക്കണമെന്ന് ശിക്ഷയുണ്ട്. 20 വർഷം ജയിലിൽ കിടന്നിട്ട് തലവെട്ടാനാണ് അല്ലെങ്കിൽ കൊല്ലാനായിരുന്നു സൗദി കോടതിയുടെ ഉത്തരവ്. അപ്പോൾ ഒരു കാര്യം, നിങ്ങൾ പണം കൊടുത്ത് കോംപ്രമൈസ് ആക്കിയതുകൊണ്ട് ശരിയായ നിയമപ്രകാരം വധശിക്ഷ ഒഴിവാക്കി കിട്ടും, മറ്റേ ശിക്ഷ അനുഭവിക്കണം. നിമിഷപ്രിയയുടെ കേസിലും ഒരു പക്ഷേ ഈ ചർച്ചയ്ക്ക് പോകുമ്പോൾ
വധശിക്ഷ ഒഴിവാക്കി ഇനി വേറെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ അത് അനുഭവിക്കാം എന്ന് പറയുന്ന തരത്തിലേക്ക് ഇത് മാറുമോ എന്നറിയില്ല. 2017 ഈ കൊലപാതകം നടന്നത്. അപ്പോൾ 2017 കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 വർഷമായി. അപ്പോൾ കൊലപാതകത്തിന് എത്ര വർഷമാണ്? സൗദിയിലെ നിയമപ്രകാരം റഹീം അനുഭവിക്കാൻ പോകുന്ന 20 വർഷമാണ്. അതെ. അതുപോലത്തെ എന്തെങ്കിലും കോംപ്രമൈസ് ടേബിളിലേക്ക് ഇത് കൊണ്ടുവരാനുണ്ടോ? ഇരയുടെ ബന്ധുക്കളുമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിദേശകാര്യ വക്താവ് പറഞ്ഞു. ഇരയുടെ ബന്ധുക്കളുമായി, അതായത് തലാലിൻ്റെ കുടുംബങ്ങളുമായി, ബന്ധുക്കളുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ചില സൗഹൃദ രാജ്യങ്ങളെയാണെന്ന് പറഞ്ഞു. സൗഹൃദ രാജ്യങ്ങൾ സ്വാഭാവികമായും നമുക്ക് ശ്രദ്ധയിൽ വരുന്നു. ഒന്ന് ഇറാനാണ്. ഇറാൻ സന്നദ്ധത അറിയിച്ചിരുന്നു. ഇറാന് ഹൂതികളുടെ മേൽ വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ ഇറാനുമായിട്ട് ചർച്ചകളുണ്ട്. സൗദി അറേബ്യയുമായിട്ടും ഇന്ത്യ ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. അവിടെയുള്ള സ്വാധീനം ഉപയോഗിച്ച് ഇന്ത്യ സർക്കാർ ഇറാൻ്റെയും സൗദി അറേബ്യയുടെയും സഹായം തേടി ഈ സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പ്രക്രിയ തുടരുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല MEA സ്പോക്സ് പേഴ്സൺ പറഞ്ഞു, നമ്മളവിടെ ലീഗൽ എയ്ഡ് കൊടുത്തു, അഭിഭാഷകനെ ഏർപ്പെടുത്തി, കൗൺസിലർമാർ, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കൗൺസിലർമാർ നിരന്തരം നിമിഷപ്രിയയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതൊക്കെയാണ് സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത്. അല്ലാതെ സർക്കാരിന് ഇവിടുന്ന് കമാൻഡുകൾ അയച്ചിട്ട് യമനിലെ ജയിലിൽ ബ്രേക്ക് ചെയ്ത് ജയിൽ തകർത്ത് നിമിഷപ്രിയ പിടിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. കാരണം അതൊരു ലീഗൽ പ്രോസസ്സാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കൂ, നമ്മുടെ വികാസ് യാദവ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ ജയിലിൽ കിടപ്പുണ്ട്. ഇന്ത്യയിൽ പ്രതിയാണ്. ജയിലിൽ നിന്ന് മോചിതനായി. അത് റോയുടെ ഏജന്റാണ്. അവിടെ പന്വിനെ കൊല്ലാൻ ശ്രമിച്ച ആളാണെന്ന് പറഞ്ഞ് അമേരിക്ക വാണ്ടഡ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? അയാൾ ഇവിടുത്തെ CRPFൻ്റെ കമാൻഡായിരുന്നു. അമേരിക്ക പറഞ്ഞ് റോയാണെന്ന്. അയാൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇയാൾക്കെതിരെ ഇന്ത്യ കേസുള്ളതുകൊണ്ട് ഈ കേസ് തീരാതെ അയാളെ അങ്ങോട്ട് വിടാൻ പറ്റില്ല. ഉടനെ അമേരിക്ക B-2 ബോംബറൊക്കെ വന്നിട്ട് ഈ ഡൽഹിയിൽ ആക്രമണം നടത്തി ഇവരെ പിടിച്ചുകൊണ്ട് പോകുക ഇല്ല. കാരണം ഒരു നാട്ടിലെ നിയമപ്രക്രിയയെ മറ്റ് രാജ്യങ്ങൾ മാനിക്കും. അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഈ ആഘോഷ കമ്മിറ്റിക്കാർ അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യ ഇപ്പം ശ്രമം തുടരുകയാണ്. കോടതിയിലും അത് പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഇവിടുന്ന് കുറേ പേരെ ആൾക്ക് യമനിലേക്ക് പോകണമെന്നൊക്കെ പറയുന്നത് എന്തിനാണാവോ? അവിടെ ചെന്നിട്ട് നിലക്കാനാണെന്ന് അറിയില്ല. കാരണം അതിൻ്റെ ഇനിയിപ്പോൾ അവിടെ പോയി അവരുമായി ബന്ധമുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് തീർപ്പാക്കാനാണെങ്കിൽ നല്ല കാര്യം. അല്ലെങ്കിൽ യമൻ എന്നുപോലെയുള്ള എന്നും യുദ്ധമാണ്, എന്നും വെടിവെപ്പാണ്. എപ്പോഴാണ് സൗദി അറേബ്യ പറന്ന് വന്ന് ബോംബിടുന്നറിയാൻ മേല. സംഘർഷഭരിതമായ രാജ്യമാണ്. അവിടേക്ക് ഇവിടെ കുറേ ആളുകൾ പോയാൽ അവരുടെ സുരക്ഷയ്ക്ക് എന്ത് ഗ്യാരണ്ടിയാണ്? ഇത്തരം പ്രശ്നങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിനെ അലട്ടുന്നു. അതുകൊണ്ടാണ് യമനിലേക്ക് വിസയല്ല പോകാൻ ഇന്ത്യ അനുവാദം കൊടുക്കാത്തതിൻ്റെ കാര്യം. ആ രാജ്യം വലിയ സംഘർഷത്തിലും വലിയ യുദ്ധക്കളമായി മാറിയിരിക്കുന്ന രാജ്യമായതുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് അങ്ങോട്ട് പോകാൻ നമ്മൾ അനുവാദം കൊടുക്കാത്തത്. അതൊരു ഘടകമാണ്. ഏതായാലും ഇപ്പോൾ ഇറാനും സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ടിട്ടാണ് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. ആ ആളെക്കുറിച്ച് നിങ്ങളോടൊന്നും പറയാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്കറിയില്ല എന്നും ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ചോദിക്കുന്ന പറയാതെ പറയുന്നത് നിങ്ങൾ പറയുന്ന ആ ആൾ ആരാണ് എന്നാണ് ചോദിച്ചതെന്ന് പറയാം അല്ലേ? വേണമെങ്കിൽ. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.